കോതമംഗലത്ത് TTA വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ഇരുവരും ഒളിവിലാണ്. ഇവർക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. റമീസിന്റെ സുഹൃത്ത് സഹദിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. യുവതിയെ റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം സംഭവത്തിൽ NIA അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. ാരിയുടെ ആത്മഹത്യയെക്കുറിപ്പിൽ ആൺസുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കൾ എന്നിവരെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. റമീസിനെ ആദ്യം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിന് ശേഷമാണ് മാതാപിതാക്കളെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷരീഫ 3ാം പ്രതിയുമാണ്. ഇരുവരെയും അന്വേഷിച്ച് പലതവണ അന്വേഷണ സംഘം വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒളിവിൽ പോയ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. യുവതിയുടെയും റമീസിന്റെയും സുഹൃത്ത് സഹദിനെയും കേസിൽ പ്രതി ചേർത്തു. സഹദിന്റെ സാന്നിധ്യത്തിൽ യുവതിയെ റമീസ് മർദ്ദിച്ചിരുന്നു. ഇത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്നാണ് കണ്ടെത്തൽ. സഹദിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പുറമെ യുവതി മതം മാറണമെന്ന് റമീസും വീട്ടുകാരും നിർബന്ധിച്ചതിന് പിന്നിലുള്ള കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. മതം മാറ്റ ആരോപണം കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ റമീസിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. റമീസിന്റെ ഫോൺ ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നൽകിയ അപേക്ഷ തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക. അതിനിടെ യുവതിയുടെ വീട് CPM നേതാക്കളായ PK ശ്രീമതി, CS സുജാത എന്നിവർ സന്ദർശിച്ചു. രജിസ്റ്റർ മാരേജ് കഴിക്കണമെങ്കിൽ തന്നെയും ഞങ്ങൾ പറയുന്നത് പോലെ നിന്റെ മതം മാറണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചു എന്നാണ് പെൺകുട്ടി കത്തിലെഴുതിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എത്രയോ ആളുകൾ അവരുടെ മതവിശ്വാസം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഒന്നും അറിവിൽ തന്നെ പല നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആത്മഹത്യ ചെയ്തത് യാക്കോബായ സഭയിലെ പെൺകുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് യാക്കോബായ സഭ സിനഡ് സെക്രട്ടറി തോമസ് മാർ തിമോത്തിയോസിന്റെ പ്രതികരണം. NIA അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് അറിയില്ല. സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുന്നില്ല. വിഷയത്തിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനസ്സിലാക്കിയത് യാക്കോബായ പെൺകുട്ടിയാണെന്നുള്ളത് അവരുടെ അറിയത്തില്ലായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. ഇതെല്ലാവരുടെയും ഒരു കൺസേണാണ്, അതെല്ലാം ഞാൻ പറയുന്നില്ല. കാരണം അതൊരു സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്, വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉള്ളതാണ്. അതേസമയം സംഭവത്തിൽ NIA അന്വേഷണം വേണമെന്നാണ് സിറോ മലബാർ സഭയുടെ ആവശ്യം. കേസിൽ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണം. തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമെന്ന നിലയിൽ കേസ് NIAക്ക് വിടാൻ തയ്യാറാകണം. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടി തെറ്റാണെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.